ഹലോ, ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ? ഇന്നില്ലേ പിന്നെ എൻ്റെ ഓർമ്മക്കുറവുകൊണ്ടാണോ എൻ്റെ ശ്രദ്ധ കുറവുകൊണ്ടാണെന്നോ അറിയില്ല കേട്ടോ. ഒരു അബദ്ധങ്ങൾ എപ്പോഴെപ്പോഴും പറ്റുന്നുണ്ട്. ഇന്നിപ്പോൾ പപ്പായ മുറിക്കണ പണിയാണ്. പപ്പായ അച്ചാറിന് മുറിക്കാനും കുറച്ചുണ്ട്. അത് കുറച്ചെന്നെ കിട്ടിയിട്ടുള്ളൂ, അത് മുറിക്കണം. അപ്പം അതിന് വേണ്ടി ഇവിടെ ഇരിക്കാൻ കേട്ടോ. വടക്കേപ്പുറത്ത് വന്നിരിക്കണം, അതുകൊണ്ടാണ് തേക്കാത്ത ചുമരൊക്കെ കാണുന്നു കേട്ടോ. അപ്പോൾ സംസാര വിഷയം എന്താണെന്നറിയോ? എന്നും ചെയ്യുന്ന പണി എന്താണെന്നറിയോ? ഓർമ്മക്കുറവുകൊണ്ടാണോ ശ്രദ്ധ കുറവുകൊണ്ടാണോ എന്ന് അറിയില്ല. നിങ്ങൾ പറയണം കേട്ടോ. അത് എൻ്റെ ശ്രദ്ധ കുറവാണോ അല്ലെങ്കിൽ എൻ്റെ ഓർമ്മക്കുറവാണെന്നുള്ളത് പറയണം കേട്ടോ. എന്നും ചോറ് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം ഒരു ബക്കറ്റ്, തിളച്ച വെള്ളം ഒരു ബക്കറ്റിൽ ഒഴിച്ചിട്ട് വടക്കേപ്പുറത്ത് ഇറങ്ങണോടത്ത് ഒരു ബക്കറ്റിലാക്കി അവിടെ വെക്കും. ചോറ് ഊറ്റൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചെമ്പ് കഴുകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങും. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചെമ്പ് കഴുകി അകത്ത് കയറുമ്പോൾ എന്ത് പണി കെട്ടുന്നറിയോ? ആ തിളച്ച വെള്ളം എടുത്ത് കാലും വയ്ക്കും. ഒരിക്കലല്ല, 2 പടിയല്ല, 3 പടിയല്ല, ഒരു 10 പ്രാവശ്യമെങ്കിലും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇത് തിളച്ച വെള്ളമാണെന്ന് ഓർമ്മ ഉണ്ടാവില്ല, അത് ഞാൻ വെച്ചതാന്ന് ഓർമ്മ ഉണ്ടാവില്ല, ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ പാത്രം കഴുകാനായിട്ട്, ചെമ്പ് കഴുകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കാലുമ്പോൾ ചെളിയാവുമല്ലോ. അപ്പോൾ അകത്തേക്ക് കയറാൻ കാട്ടുന്ന പണിയാണ് ഈ തിളച്ച വെള്ളം കാലും വയ്ക്കുക. എന്നിട്ട് കാല് പൊള്ളൂല എന്നുള്ളതാണ് അതിലും വലിയ വിഷയം. അല്ല, അത്ഭുതം. വിഷയമല്ല, അത്ഭുതം. എത്ര പ്രാവശ്യം വെച്ചിട്ടുണ്ട്, പക്ഷെ കാല് പൊള്ളക്കെ ചുവന്ന കളറാവുക അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അതെന്താണെന്നറിയില്ല. അപ്പം ഇന്നിപ്പോൾ പറയാൻ വന്ന കാര്യം, ഇന്നിപ്പോൾ അത് ഓർമ്മ വരാണ്ടായ കാര്യം. അപ്പം ഇന്നിപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ചോറ് തിളപ്പിച്ചിട്ട് ചോറായിരുന്നു. അപ്പോൾ അതിലത്തെ വെള്ളം ഒരു കപ്പിലേക്ക് ഒഴിച്ചിട്ട് ചോറെടുത്ത് ഒരു കപ്പിൽ ഒഴിച്ചു ചോറെടുത്ത് അത് കഴിച്ചിട്ട് പാത്രം കൊണ്ടൊക്കെ അകത്തേക്ക് പോയപ്പോൾ ആ കപ്പിൽ കൈയിട്ട് കൈ കഴുകി. ആ തിളച്ച വെള്ളം കപ്പിൽ വെച്ചിട്ട് ആ ചോറ് തിന്നണം അത്രയും നേരം അതിന് ഒരു ചൂട് ആറിയിട്ടുണ്ടെങ്കിലുള്ളൂ. ആ കപ്പിൽ പോയിട്ട് കൈയിട്ട് പോരാ, കൈ കഴുകാൻ. അങ്ങനെ കപ്പിൽ വെള്ളം ഉണ്ടാവാറുണ്ട്, കൈ കഴുകാറുണ്ട്. പച്ചവെള്ളത്തിൻ്റെ ആ ഓരോ ഓർമ്മക്ക് പോയിട്ട് അത് തിളച്ച വെള്ളമെന്ന് ഓർത്തില്ല, കൈ പൊള്ളി. എന്താ കുറേ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി പപ്പായ മുറിക്കാണ്ട്. കത്തിനി പിടിക്കുമ്പോൾ കൈ ചുട്ട് തീറിയിട്ട് നിൽക്കൂല. കത്തി കൈയുമ്പോൾ പിടിക്കണ്ടേ, എന്നാലും പപ്പായ മുറിക്കാൻ പറ്റുള്ളൂ. പപ്പായ മുറിക്കണമെങ്കിൽ കൈ കത്തി പിടിക്കണം. പക്ഷെ കൈയിൻ്റെ എല്ലാം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വിരലിൻ്റെ കുറച്ച് മേപ്പോട്ടായിട്ട് ഫുള്ള് പൊള്ളി. ഇപ്പോൾ കുറേശ്ശെ എന്തോ ചുട്ടീറുണ്ട്. ഇനി കത്തി പിടിച്ചിട്ട് പപ്പായ മുറിക്കാൻ പറ്റുമോയെന്ന് അറിയില്ല കേട്ടോ. അങ്ങനത്തെ ഒരേ പൊട്ടത്തരങ്ങളൊക്കെ ചെയ്യും ഞാൻ. ഒന്ന് കമൻറ്റ് ചെയ്തോളട്ടെ, ഓർമ്മക്കുറവാണോ ശ്രദ്ധ കുറവാണോ, ഞാൻ ഡോക്ടറെ കാണിക്കണോ എന്നുള്ളത്. ഈ തിളച്ച വെള്ളത്തിൽ പോയി കൈയിടുക, തിളച്ച വെള്ളം എടുത്ത് കാലും വയ്ക്കുക, അങ്ങനത്തെ പരിപാടികളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഓർമ്മക്കുറവിൻ്റെ ആണോ ശ്രദ്ധ കുറവിൻ്റെ ആണോ, ഞാൻ ഡോക്ടറെ കാണിക്കേണ്ടതുണ്ടോ എന്നൊന്ന് പറയണം കേട്ടോ. ഓക്കെ.